അങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ട്വിസ്റ്റ് ഇതിനു മുമ്പ് പല സിനിമകളിൽ വന്നു പോയതാണ്. അതിനെ ഒന്ന് വ്യത്യസ്തമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുഴപ്പമില്ല, കൊള്ളാം. എങ്ങനെയുണ്ട്? നല്ല എൻഗേജിംഗ് ആണോ? കുഴപ്പമില്ല, നല്ല പടം. ഇഷ്ടപ്പെട്ടോ? നല്ലായിരുന്നു. എങ്ങനെയുണ്ട്? നവ്യ നായരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. പക്ക നമ്മളെ എൻഗേജിംഗ് ആക്കുന്നുണ്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. കുഴപ്പമില്ല. ട്വിസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ എങ്ങനെയുണ്ട്? ട്വിസ്റ്റ് കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പാതിരാത്രി ഒരു സ്ലോ ബേൺ ഫിലിമാണ്. ഫീമെയിൽ ഓറിയന്റഡ് ഇതാണ്. നവ്യ നായരും സൗബിനും എല്ലാവരും നല്ല പ്രസൻറ്റേഷനാണ്, നല്ല പെർഫോമൻസ് ആണ്. വൺ ടൈം വാച്ചബിൾ. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഒന്നും കുഴപ്പമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, മറ്റേ പുഴു സിനിമയിൽ ഉണ്ടായതുപോലെ. കാരണം ഞാനത് പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. പക്ഷേ ആ ട്വിസ്റ്റ് ഇതിനു മുമ്പ് പല സിനിമകളിൽ വന്നു പോയതാണ്. അതിനെ ഒന്ന് വ്യത്യസ്തമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല നല്ല സിനിമയായിരുന്നു. പക്ക എൻഗേജിംഗ് ആണോ? നല്ല ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമായിരുന്നു. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി ആയിരുന്നു. വളരെ ലാഗൊന്നും ഇല്ലാത്തൊരു പടം, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവി ആയിരുന്നു.